പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് മുത്തങ്ങ. നിങ്ങൾ പറയും ഇത് മുത്തങ്ങയോ, ഇതെന്തോ ഒരു ചെറിയ സാധാരണ പുല്ലല്ലേ? അല്ല, ഈ പുല്ല് നമുക്ക് കാണാമല്ലോ. ഈ പുല്ലിൻ്റെ ഇലയ്ക്കും എൻ്റെ വേറൊരു പുല്ലുണ്ട്, ഇതാണ്. ഈ പുല്ലിനും വ്യത്യാസമുണ്ട്, കണ്ടോ? അപ്പോൾ ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. ഇതൊരു പുല്ല് വേറെ, ഈ പുല്ല് വേറെ. ഇതിൻ്റെ പേര് മുത്തങ്ങ. ഇനി ഇംഗ്ലീഷിൽ നട്ട് ഗ്രാസ്, അല്ലെങ്കിൽ ഇതിന് കൊക്കോ ഗ്രാസ്, പിന്നെ അല്ലെങ്കിൽ ലാവ ഗ്രാസ് എന്നൊക്കെ ഇതിന് ഒരുപാട് പേരുണ്ട്. ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട്. അതാണ് ഇതിനെ കോമണായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇതിൻ്റെ ഇലകളല്ല, ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കുടത്തിൻ്റെ ഇത് പൊട്ടിപ്പോയി, പകുതി എടുത്തിട്ട് അത് കുറേ കാലമായിട്ട് ഇരിക്കുന്നുണ്ട്, അത് പൊട്ടിപ്പോയി. നിങ്ങൾക്ക് ഇതേപോലെ ഒരു സാധനം നിങ്ങൾ ടെറസ് ഗാർഡനിലൊക്കെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കിഴങ്ങാണെങ്കിൽ പൗഡറായിട്ടോ പൗഡർ ഫാമിലോ അല്ലെങ്കിൽ അതിനെ അരച്ചോ അതിനെ കിഴങ്ങിനെ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തൊക്കെ ഉപയോഗിക്കാം. മെയിനായിട്ട് ഇത് ഡൈജഷന് നല്ലതാണ്. നമ്മളെ വയറ്റിൽ വരുന്ന ഗ്യാസ് പ്രോബ്ലത്തിന്, ബ്ലോട്ടിങ് ഉള്ളവർക്ക് അതിനൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ സ്കിന്നിൽ വരുന്ന ചില പ്രശ്നങ്ങൾക്ക്, സ്കിൻ ഇൻഫെക്ഷനൊക്കെ ഈ കിഴങ്ങിൻ്റെ പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുമില്ലാതെ സ്കിൻ ബ്രൈറ്റനിങ്, നമ്മളെ ഏജിങ്ങൊക്കെ കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്നും പറയുന്നുണ്ട്. ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ ഇത് ഒരുപാട് ഉപയോഗമുണ്ട്. ലാക്ടേഷന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കുറേ ട്രഡീഷണലായിട്ട് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കായിനെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ പനിക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പനിക്ക് ഒരുപാട് നല്ലതാണെന്ന്, അത് റിലേറ്റഡായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിൻ്റെ നല്ലതാണ്. അപ്പോൾ ആ വെള്ളത്തിന് നമ്മൾ കുറച്ച് നേരം ആ കിഴങ്ങനെ വെള്ളത്തിലിട്ടിട്ട്, അല്ലെങ്കിൽ ബോയിൽ ചെയ്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് അങ്ങനെ കുടിച്ചാൽ പനി കുറയും. പിന്നെ അതിൻ്റെ പൗഡർ ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഡയറിയൊക്കെ നല്ലതാണ്. പിന്നെ അതിൻ്റെ പൗഡറിനെ നമ്മൾ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്കിന്നിൽ തേച്ച് വന്നാൽ ഇവിടെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാറും. പിന്നെ ഈ പൗഡറിൻ്റെ കൂടെ തന്നെ ആംല പൗഡർ, റീത്ത പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഹെയർ ഗ്രോത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പാലിൽ അല്ലെങ്കിൽ പശുമ്പാലിലോ ആട്ടുംപാലിലോ മിക്സ് ചെയ്ത് അതിൻ്റെ പൊടി മിക്സ് ചെയ്ത് കുടിച്ചാൽ നമ്മുടെ ലാക്ടേഷൻ അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണുകയാണെങ്കിൽ ഇവിടെയല്ലേ നിങ്ങളെ വീട്ടിൽ തീർച്ചയായിട്ടും ഇതിനെ വച്ചേക്കണം. ഒരു ചെടിയും വെച്ചാൽ മതി. ആദ്യം ഞാനിത് പുല്ലാണെന്ന് കരുതി പറിച്ച് കളഞ്ഞായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ എന്ത് സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഡോക്ടറുമായിട്ട്, ആയുർവേദ ഡോക്ടറുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്നവരുമായിട്ട് ചോദിച്ചിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ഉപഹാരം, അതായത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഒരു കിഴങ്ങെടുക്കാൻ നോക്കുകയാണ്, പറ്റുമാവും. അയ്യോ, ഞാനൊന്ന് എടുത്തു, കാണാവോ? ഇതാണ് ഇത് ചെറുതാണ്, കണ്ടോ? ഇതിങ്ങനെ ചെറുതാണ്. ഇതിനൊരു സ്മെല്ലും ഉണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാണുന്നുണ്ടാവോ? ഇതാണ് അതിൻ്റെ കിഴങ്ങ്. ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ കായ. ഞാനത് പൊട്ടിച്ചു, കണ്ടോ? പൊട്ടിച്ചു. അങ്ങനൊരു നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ വീട്ടിൽ അറിയുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. നമ്മൾ ഇങ്ങനത്തേതൊക്കെ ആരും തന്നെ ടെറസ് ഗാർഡനിൽ വയ്ക്കാറില്ല. മരുന്നിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മരുന്നിൻ്റെ മണം. സത്യം, നല്ല മരുന്നിൻ്റെ മണം വരുന്നുണ്ട്. നല്ലൊരു മണം. തറയിലിട്ട് ഉരയ്ക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെടി കാണുകയാണെങ്കിൽ കളയരുത്, നിങ്ങളിതെല്ലാം വയ്ക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കി വേണ്ടാത്ത കാര്യങ്ങളെ പുറകിൽ പോകുന്ന സമയത്ത് വീട്ടിൽ ഇന്നാണെങ്കിൽ എല്ലാവരും കുഞ്ഞു റെസിഡൻസ്, അതായത് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണ്, സ്ഥലമില്ല, ചെടികളുടെ ഓരോ ഉപയോഗങ്ങൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞു തന്നായിരുന്നു.
അപ്പോൾ ഇത് വേറെ ഒന്നാണ്. ഇതിൻ്റെ പേര് മുത്തങ്ങയാണ്. അറിയാത്തവരൊക്കെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ള പിള്ളേർക്കൊന്നും ഒരു ചെടിയുടെ കാര്യം അറിയത്തില്ല. പണ്ടൊക്കെയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് ചോദിക്കുമ്പോൾ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കറിയുന്നതും ഞാൻ നോക്കിയിട്ടാണ് കുറേ ടെറസ് ഗാർഡനിൽ ചെടികൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉപയോഗകരമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത്ര തന്നെ. ബൈ ബൈ.